വാട്സ്ആപ്പ് ബോയ്സ് സുഖമാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ എൻ്റെ ആദ്യത്തെ കാര്യം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ടേബിളിൻ്റെ അപ്പോൾ ടേബിൾ ഞാൻ പണിയാൻ കൊടുത്തായിരുന്നു. 1-2 ദിവസം മുമ്പ് നമ്മൾ പോയി തിരക്കിയതാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ദിവസം തന്നില്ല. അപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോൾ ഇന്ന് റെഡിയാക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം, എന്നുവെച്ചാൽ നോക്കിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എറണാകുളത്ത് പോയിട്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അതെന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്താണ് മോമോ ചെയ്യുന്ന ഡെയിലി? ഇത് മോമോൻ്റെ ആവശ്യമില്ല. പിള്ളേർ അതിനകത്തില്ലേ? പിള്ളേരുടെ ബോക്സ് അവിടെ പറയരുത് മോനെ, പറയരുത്. വണ്ടിക്കകത്താണ് വണ്ടിക്കകത്താണോ ഇവന്മാര് വണ്ടിക്കകത്ത് കയറാൻ വേണ്ടി മാത്രം ജനിച്ചിരിക്കുന്നത്. എന്തായാലും കയറാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടല്ലോ. 2 പൂച്ചകളെ ഉള്ളെങ്കിൽ ഇതിനകത്ത് ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ്. പൂച്ച വീടിനകത്താണോ ഇതിനകത്താണോന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ ഇതെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ അടി കിടന്ന് അതും ചത്തുപോകും. എന്ത് ഡിലമയിലാക്കുവാണ് എന്നെ ഇങ്ങനെ. അവന്മാരെല്ലാം അകത്തിരിക്കുന്നു. എൻ്റെ നല്ല ഡ്രസ്സാണ്. എഞ്ചിൻ ചൂടാണോ? ഓടിച്ചോണ്ട് പോകും. ഇവന്മാർ വണ്ടിക്കകത്തിരുന്ന് പുറത്ത് പോയിട്ട് വരുന്നുണ്ട്. എനിക്ക് ഡൗട്ട് കേട്ടോ. രാവിലെ അച്ഛൻ വണ്ടി എടുത്തോണ്ട് പോയായിരുന്നു. അച്ഛാ ഇത് നിങ്ങൾ പറയുന്നത് പെട്ടിക്കകത്ത് വെക്ക് വീട്ടിനകത്ത് വെക്കുന്നു. ആ പൂച്ചയുടെ തള്ളയെടുത്ത് ഇതിനകത്തുകൊണ്ടെന്ന് വെക്കുകയാണ്. അത് എവിടെ വെച്ചാലും സ്വന്തമായിട്ട് പൊക്കൊണ്ട് പോയിട്ട് വേറെ കൊണ്ട് വെക്കും. മിനിറ്റിന് മാറ്റിക്കളയുക. വണ്ടി ചെറുതായിട്ടൊന്ന് പുറത്തിറക്കിയപ്പോൾ അവന്മാർ തന്നെ ഇറങ്ങി. അവിടെ തന്നെ ഇരുന്നോ? എടാ ടേബിള് കിട്ടിയില്ലടാ. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാൽ. ടേബിൾ ഇന്ന് കഴിഞ്ഞ ശനിയാഴ്ച പണി തരാമെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച കിട്ടിയില്ല. പിന്നെ ആ ചേട്ടൻ്റെ പണിക്കാർ മുങ്ങിയെന്ന്. അപ്പോൾ പണിക്കാർ ഞാൻ ഡിലേ ആയി. ഇന്ന് തരാമെന്ന് പറഞ്ഞാൽ നാളെ തരാമെന്ന് പറയുന്നത്. എനിക്ക് ടേബിൾ കിട്ടിയാൽ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാൻ പറ്റണമെന്ന് പോലും ഇല്ല. എനിക്ക് ആ ചാലഞ്ച് ചെയ്യിപ്പിക്കാൻ പോകുന്ന ചാലഞ്ച് എന്നെ കൊണ്ട് പറ്റുമായില്ലേ നോക്കണം. ഞാൻ പറ്റിച്ചാലേ ആൾക്കാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് കഷ്ടം നോക്കി. എന്തായാലും എറണാകുളത്തോട്ട് പോകുമ്പോൾ എനിക്ക് കൊതി കയറുന്നു. എന്റെ വീഡിയോ പെൻഡിങ് ആവുള്ളൂ. ഞാൻ മാസം 4 വീഡിയോ എന്ന് പറഞ്ഞത്. അതിൽ 4 വീഡിയോ കുറയും. നമ്മൾ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ഒരു പിറ്റ് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. വെള്ളം എനിക്ക് മധുരമുള്ള വെള്ളം കുടിക്കുന്ന എനിക്ക് ശീലമുള്ളൊരുത്തരാണ് ഞാൻ. പക്ഷെ എന്ത് ചെയ്യാൻ കൺട്രോൾ ഒടുക്കത്തെ ബോഡി ഫ്ലൂയിഡ് കൺട്രോളാണ് എനിക്ക്. ആ കിഡ്നിയുടെ കേസ് 2 ഉണ്ടോ കേസ്? 2 കേസ് ഉണ്ടാ? ആ അവിടെ ഒരു കട 270 തന്നോണ്ടിരിക്കുകയായിരുന്നു. ഒരു കട ടൗണിൽ. ചേട്ടാ 255. ഞാനിപ്പോൾ ലുലു മോളിൽ വന്നിരിക്കുകയാണ് ബോയ്സ്. ഇവിടെ ഞാൻ പെണ്ണ് പിടിക്കാൻ വന്നിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാൻ പെണ്ണ് പിടിക്കാനല്ല, ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഏകദേശം 4 പേരെ വേണം, 4-5 പേരെ വേണം. അപ്പോൾ അത് നമുക്ക് തപ്പാം. ഇവിടുന്ന് ഞാൻ ആരെങ്കിലുമൊക്കെ പിക്കപ്പ് ചെയ്തിട്ട് പോകും. ഇതൊന്നും ഇവിടെ തിരക്കൊന്നും ഇല്ലേ? തിയേറ്ററിൻ്റെ അവിടോട്ട് പോയപ്പം ഇവിടെ കുറേ തിരക്കാണെന്ന് വിചാരിച്ചിട്ട് ആരുമില്ല. മിക്കതും ഉള്ളത് 2-3 കപ്പിൾസൊക്കെ. എനിക്ക് കപ്പിൾസ് അല്ല വേണ്ട, സിംഗിൾസാണ്. അയ്യോ സിംഗിൾസാണ് വേണ്ട. കോഞ്ചറിങ് ഉണ്ടല്ലോ, കോഞ്ചറിങ് കാണാം. സമയമില്ല. പക്ഷെ ആദ്യം പെണ്ണെ തപ്പണം. ഒരു പെണ്ണാണ് ഓക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്പർ എടുത്തത്. നമ്മുടെ സമയമില്ല. നമ്മൾ ഡിസ്ട്രാക്ട് ആകാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്പോട്ട് കറക്റ്റ് ആയിരിക്കും. ഇവിടെ ആൾക്കാർ വരും. പൊതുവേ കുറച്ച് തിരക്ക് കുറവാണ്. എന്നാലും ഇവിടുന്ന് ആൾക്കാർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ സെറ്റാവും. വന്നൊന്ന് വീഡിയോ ഇടാത്തതിൻ്റെ പോരുമ്പോൾ കാണുന്നുണ്ട്. കാരണം ആൾക്കാർ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. ഇപ്പം ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി ആളെ തപ്പാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റയിൽ തന്നെ ഇട്ടേനെ. പക്ഷേ ഇൻസ്റ്റയിൽ ഇടുന്ന വെച്ച് എനിക്ക് ആൾക്കാർ കുറവേ ഉള്ളൂ. ആളുകൾ ആവശ്യത്തിന് അധികം ഉണ്ട് എനിക്ക്. അതാണ് ഞാൻ ഓൺ ഗ്രൗണ്ട് ഇറങ്ങിയത്. ഇവിടെയും തിരക്ക് കുറവായുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കിത് ഫീലായി വരുന്നുണ്ട്. കാര്യം ഇപ്പം നമുക്ക് നടക്കില്ലെന്നുള്ള. ഞാൻ അകത്തുനിന്ന് പുറത്തെത്തി. അകത്തെന്താണ് എനിക്ക് എൻ്റെ ഡെമോഗ്രാഫിക്സിൽ ആൾക്കാരെ കിട്ടുന്നില്ല. എനിക്ക് വീഡിയോ ഇടുന്നതാണ് ഞാൻ. എന്നാലും ഇനി പോലെ നമ്മളത് വെച്ച് മാറ്റി പിടിച്ച് പുറത്ത് നപ്പാൻ പോകുക. നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലത്തില്ല. എനിക്ക് തോന്നുന്നു ആൾക്കാർ ഞാൻ പാംപ്ലേറ്റ് വിൽക്കാനാണെന്ന് വിചാരിക്കും. ഒന്ന് പാൻ ചെയ്ത് നോക്കി. ഓരോ ആൾക്കാർ ഇങ്ങനെ പാംപ്ലേറ്റ് എടുക്കുന്നതുകൊണ്ട് ഞാനിത് പാംപ്ലേറ്റ് വിൽക്കാനാണെന്ന് വിചാരിക്കും. ഒരാൾക്ക് ചോദിച്ചു. അങ്ങനത്തെ ഒരു ഫീല് വരുന്നുണ്ട് ആൾക്കാർ. എങ്ങനെയുണ്ട്? കണ്ടുപിട്ട് സുഖം. എങ്ങോട്ട് പോകുന്നത്? ആണോ? ഹായ്, ഹലോ. He's a YouTube vlogger from Kerala. Sort of like you do. He has no other job, so he's doing YouTube vlogs. No. Where are you from? Norway. Now she has been here for like how many days? It's years. She has been here for years. So every 3 months, you need to visa going to back Europe, come back and go Europe. Okay, No, not Europe. I've been to Nepal. Okay. 3 months India, 3 months. So you like staying in India? I love India. Okay. You take care of the gods. They don't do it otherwise. More than everywhere. Yeah, but people have different cultures. Like അത് നോർവേ എന്നായിരുന്നു ആ ചേച്ചി. ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഇന്ത്യയാണ് ഇഷ്ടം. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ആൾക്കാരെ നിർത്തി ചോദിക്കുന്നത് കറക്റ്റ് സ്ഥലമല്ല ഇത്. ശനിയാഴ്ചത്തേക്ക് ഒരു വീഡിയോക്ക് കുറച്ച് പെൺപിള്ളേരെ വേണം. എനിക്ക് കിട്ടുന്നില്ല. ആ വീഡിയോ അല്ല, അത് വേറെ വീഡിയോ. അത് വേറെ ഇവിടുന്ന് ആൾക്കാരെ കിട്ടുന്നില്ല കേട്ടോ. ഇതെന്താണ് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ലേ? നല്ല വീഡിയോ ആണ്. പക്ഷെ എനിക്ക് ആൾക്കാർ കിട്ടാത്ത എനിക്ക് ഇതൊക്കെ ഇപ്പൊ ഞാൻ മലയാളത്തിൽ നോർത്ത് ഇന്ത്യയിലെ ഫാൻസിനെ വിളിച്ചാൽ അവർ പിന്നെയും വന്നത്. എന്താണ് മലയാളികൾ ആൾക്കാരെ കിട്ടുന്നത്? അയ്യോ നമുക്ക് ആളെ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ കുറച്ച് മുടി വളർത്തണമെന്നേ ഉള്ളൂ. മുടി വളർത്തി അവനെ ഇറക്കാം. എനിക്ക് ആളെ കിട്ടത്തില്ല ചേട്ടാ.
നിന്റെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടോ പെൺപിള്ളേരായിട്ട്? ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ശനിയാഴ്ച ഒരു പോപ്പ് ദ ബലൂൺ ചാലഞ്ച്, സോർട്ട് ഓഫ് സെമി ഡേറ്റിംഗ് ചാലഞ്ചാ. സിംഗിൾ ആയ പെൺപിള്ളേരുണ്ടെങ്കിൽ ഒരു 7-8 പേര് എനിക്ക് വേണം. നീ സെറ്റ് ചെയ്യാന്നാ? ആണോ അല്ലേ? വെറുതെ പറയുവാണോ ഇവൻ? എടാ എനിക്ക് വേണോട് ആൾക്കാരെ കിട്ടുന്നില്ല, ആമ്പിള്ളേരെ കിട്ടുന്നില്ല, എനിക്ക് പെൺപിള്ളേരെ കിട്ടുന്നില്ല. അവിടെ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് मैं बढ़िया वीडियो देखा है क्या मेरा? हाँ आपका नाम? अर्जुन है? अरे क्या बात है, सेम नाम है, मिलके खुशी हुई. आपका लाइफ वो जो आपका बाइक का स्टंट देखा था मैं. എനിക്ക് വന്നെ ചിന്തയുടെ കുഴപ്പമാണ്. എനിക്ക് ആളെ കിട്ടും. നമുക്കൊരു കുറച്ച് പൊക്കത്തുള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് ചിന്തിച്ച് നോക്കാം. ഇപ്പൊ സെറ്റായി. ഞാൻ എന്ത് തേടിയിട്ടുണ്ട് അതെല്ലാം എന്റെ കാലിൽ ചുറ്റിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യുക, ആളെ കിട്ടും. ആളെ കിട്ടിയിട്ട് നമ്മൾ മോനെ വീഡിയോ എടുത്തിരിക്കും എന്തൊക്കെ ഉണ്ടെങ്കിലും. അപ്പൊ ഇത് മറ്റേ വില കൂടിയ വണ്ടി, 26 ലക്ഷത്തിന് ടാക്സ് ഉള്ള ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ. എന്റെ പട്ടി 26 ലക്ഷം ടാക്സ് ഇടും. അപ്പം പൊക്കത്തുള്ള ചിന്ത കഴിഞ്ഞല്ലോ. എല്ലാരും താടി തല ചോദിക്കുന്നതായിട്ട് എല്ലാരും എത്ര ചോദിച്ചെന്നറിയാ? ആ ബംഗാളി അടിച്ചു കളഞ്ഞതാ. ഫൈനൽ നമുക്ക് ആൾക്കാരെ കിട്ടിയിരിക്കുന്നു. മോനെ ഞാൻ പറഞ്ഞില്ല, തേടിയ വള്ളി എനിക്ക് എപ്പോഴും കാലേ ചുറ്റിട്ടേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ച എല്ലാം നേടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പെൺകൊച്ചിനെ കിട്ടി. ആ കൊച്ചിന്റെ കൂട്ടുകാരെല്ലാം കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം സെറ്റായി മോനെ. ഇനി ഞാൻ ഏകദേശം 5 മണിക്കൂർ വെയിറ്റ് ചെയ്യുമായിരുന്നു അറിയാം. ഇനി എന്തായാലും അവൾ കൺഫർമേഷൻ തരും രാത്രിയിലേക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു അവൾ സെറ്റാക്കി തരും. അവളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഏകദേശം 8 പെൺപിള്ളേർ, ഇനി ബാക്കിയുള്ള ആണുങ്ങളെ സെറ്റാക്കണം. ആയിട്ട് നമുക്ക് വീഡിയോ ഈ ശനിയാഴ്ച ചെയ്യാം.